അടുത്തത് നിങ്ങൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കാത്ത മരണപ്പെട്ടവർ എന്തെങ്കിലും ചിലപ്പം കൈ അനങ്ങി എന്നൊക്കെ പറഞ്ഞു, സംസാരിച്ചു. ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഖുറാഫാത്താണെന്ന് ഇവർ അംഗീകരിച്ചു. അതുപോലുള്ള സംഭവങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ ഇബ്നുൽ ഖയ്യിമിന്റെ അർ റൂഹിലും അതുപോലെ തന്നെ ഇമാം ഇബ്നു റജബുൽ ഹംബലിയുടെ അഹ്വാലുൽ ഖുബൂറിലും കാണാം. ഇബ്നു റജബുൽ ഹംബലിയുടെ അഹ്വാലുൽ ഖുബൂർ ഇവർ അഹ്ലുസുന്നയുടെ ഇമാമായിട്ട് അംഗീകരിക്കുന്നു. ഇബ്നുൽ ഖയ്യിമിനെ ഇവർ ഷെയ്ഖുൽ ഇസ്ലാമായിട്ടും അംഗീകരിക്കുന്നു. ചില ആളുകൾ പറഞ്ഞു നോക്കി അദ്ദേഹം ഇബ്നു തൈമിയെ കാണുന്നതിന് മുമ്പാണ്. ആ കിതാബിൽ തന്നെ ഇബ്നു തൈമിയുടെ 2 സംഭവങ്ങളുണ്ട്. പിന്നെ ചില ആളുകൾ പറഞ്ഞത് ഇബ്നുൽ ഖയ്യിമിൻ്റെതല്ല, അഖീദയിലുള്ള ഖിസ്മുൽ അഖീദയിൽ സൗദിയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പറഞ്ഞു ആ കിതാബ് ഇബ്നുൽ ഖയ്യിമിൻ്റെത് തന്നെയാണ്. അപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിമിൻ്റെ കിതാബിൽ നിങ്ങളുടെ ഇബ്നുൽ ഖയ്യിമിൻ്റെതാണെന്ന് അംഗീകരിച്ച കിതാബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലാത്ത മരണപ്പെട്ടവർ മരണത്തിന് ശേഷം അവർ മരുന്ന് സ്വപ്നത്തിൽ എഴുതി കൊടുത്തതും അതേപോലെ തന്നെ ശരീരം കൊണ്ട് ചലിച്ചതും ഒക്കെ തന്നെ അദ്ദേഹവും ഇബ്നു റജബുൽ ഹംബലിയും ഉദ്ധരിച്ചിട്ടുണ്ട്. ഖുറാഫാത്താണെന്ന് നിങ്ങൾ പറഞ്ഞു. ഇവരെന്തുകൊണ്ട് നിങ്ങൾ ഖുറാഫികളെന്ന് വിളിക്കുന്നില്ല? ശരി, നല്ല ചോദ്യം. അൽഹംദുലില്ലാഹ്. ഇതാണ് കിതാബുർ റൂഹ്. ഇബ്നുൽ ഖയ്യിമിന്റെ കിതാബ് തന്നെയാണിത്. ഇബ്നു തൈമിയെ കണ്ടതിന് ശേഷം എഴുതിയതാണ്. ഞങ്ങളത് പറയില്ല. ഞങ്ങളത് പറയണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞിട്ടത് ഞങ്ങളത് പറയില്ല. ഞങ്ങൾ കിതാബ് വായിച്ചവരാണ്, ഞങ്ങളിത് വായിച്ച മനുഷ്യന്മാർ തന്നെയാണ്. അവിടെ ഈ കിതാബിൽ കുറേ കഥ ഉണ്ട്. ആ കഥ ഒന്നും ഒരു കഥ ഇല്ലാത്തതാണ്. ഞങ്ങൾ അംഗീകരിക്കണില്ല, അതില്ല. ഖുറാഫത്ത്, ആ ഖുറാഫത്തൊക്കെ ശക്തമായി എതിർത്ത ആളാണ് അദ്ദേഹം. അതാണ് ഖുറാഫി ഇല്ലാത്തത്. നിങ്ങളോ ഈ ഖുറാഫത്തൊക്കെ തെളിവാക്കാൻ ചെയ്യണത്. അതാ വ്യത്യാസം. അപ്പം നിങ്ങൾ ഖുറാഫിയാണ്, ഇത് ഖുറാഫി അല്ല. അതാണ് ഇബ്നു ഖയ്യിം ഉദ്ധരിച്ചു. നിനക്ക് അതാണ്ട് നിങ്ങളെപ്പോലത്തെ മനുഷ്യന്മാർ പണിയെടുത്താൽ ചിലപ്പോൾ നമ്മളെ കിതാബിലും വരും എന്നതുപോലെ അദ്ദേഹത്തിന് കിട്ടിയ കുറേ സംഭവങ്ങൾ അദ്ദേഹം ഉദ്ധരിച്ചു എന്നേ ഉള്ളൂ. അദ്ദേഹത്തിന് കിട്ടിയ കുറെ സംഭവം അദ്ദേഹം ഉദ്ധരിച്ചു. അറിയോ, ഈ കിതാബ് ഇവിടെ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയ സുന്യാള, മുജാഹിദീങ്ങളല്ല, സുന്യാള പരിഭാഷപ്പെടുത്തിയത്. അപ്പൊ ഇബ്നുൽ ഖയ്യിമിന്റെ മുമ്പിൽ കിട്ടിയ കുറെ ചരിത്രങ്ങൾ, ഇബ്നുൽ ഖയ്യിമിന് കിട്ടിയ കുറെ ചരിത്രങ്ങൾ അദ്ദേഹം തന്നോട് ആര് പറഞ്ഞുവെന്ന സനദടക്കം കൊടുത്തൊക്കെയാണ്. എന്നോട് ആര് പറഞ്ഞു, അവരോട് ആര് പറഞ്ഞു, ആ സനദടക്കം അദ്ദേഹം കൊടുത്തൊക്കെ. അതായത് തഹ്ലീഖും തഹ്രീജും ഒക്കെ സലഫികൾ നടത്തിയിട്ടുണ്ട്. സലഫികൾ തന്നെ നടത്തിയ തഹ്ലീഖും തഹ്രീജും ഒക്കെ. ഇത് ശരിയാണോ ശരിയല്ലേ, അത് വിശ്വസിക്കാൻ പറ്റൂലേ, ഏതാ അതിൽ ഖുറാഫാത്ത് ഉള്ളത്, ഏതാ ശരിയുള്ളത്, ഇതിൻ്റെ തഹ്ലീഖ് ഉണ്ട്. ആ തഹ്ലീഖ് വരെ കണ്ടോ, ഓരോ സംഭവം പറയുമ്പോൾ അപ്പം കൊടുക്കും സ്വഹീഹുൻ, ഇത് സ്വഹീഹാണ്, മുത്തഫഖുൻ അലൈഹി, ഇത് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് പറയും. എന്നാ സ്വഹീ അല്ലാത്ത വന്നാലോ, അപ്പോൾ അവിടെ തന്നെ പറയും ഇത് സ്വഹീ അല്ല, അത് ഹസനുൻ, ഇത് ഹസനാണ്, റവാഹു നസായി, ഇമാം നസായി ഉദ്ധരിച്ചതാണ്. അതേപോലെ ഇനി സ്വഹീ മസ്നദത്ത് കണ്ട ഇസ്നാദുഹു ദഈഫുൻ, ഇതിന്റെ പരമ്പര ദുർബലമാണ്, ദഈഫാണ്. അപ്പണി സലഫികൾ എടുത്തിട്ടുണ്ട്. അല്ലാതെ ഇതിൽ വന്നതൊക്കെ ഞങ്ങൾക്ക് വേദവാക്യം ഞങ്ങൾ പള്ളിക്ക് പരിവേഷം വിളിച്ചുകൊണ്ട് ഇത് വായിച്ചു കൊടുക്കണില്ല. അതാ വ്യത്യാസം. ഞങ്ങൾ സലഫി പള്ളിക്ക് മരുവിസ്കറ്റ് വലിയ തഴീമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത് വായിച്ചു കൊടുക്കണില്ല. അവിടെ സലഫികൾ തന്നെ ഈ കിതാബിൽ ഉള്ളത് ശരിയായത് ഏത്, സ്വഹീഹായത് ഏത്, അല്ലാത്തത് ഏത്, സലഫികൾ തന്നെ വേർതിരിച്ച് പഠിപ്പിച്ചു കൊടുത്തു. ഏതടിസ്ഥാനത്തിൽ? ഇബ്നുൽ ഖയ്യിമിന്റെ തന്നെ അസ്ലെടുത്തുകൊണ്ട്, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ തന്നെ അസ്ല്, ഇബ്നു തൈമിയയുടെ തന്നെ അസ്ല്, മുഹദ്ദിസീങ്ങളുടെ അസ്ല്, സലഫി ലോകത്തിന്റെ അസ്ല്, അഹ്ലുസുന്നയുടെ അസ്ല്, ആ അസ്ല് അടിസ്ഥാനമാക്കി സലഫികൾ തന്നെ ചെയ്തു. ഇതിൽ തഹ്ലീഖും തഖ്രീജും തഹ്ഖീഖും ഒക്കെ ഓരോന്നും ചെയ്തിട്ട് ഇനി ആളുകൾ ഇത് കണ്ട് വഞ്ചിതരായി പോകേണ്ടതില്ല എന്ന ആ ഒരു ശരഈയായ ബാധ്യത നിർവഹിക്കുന്നതിന്റെ ഭാഗമായി കണ്ടോ, ഇതിലിപ്പോൾ ഇബ്നു ഖയ്യിം ഫസ്റ്റ് കൊടുത്ത കഥ, ഫസ്റ്റ് അൽ മസ്അലത്തുൽ ഊല എന്ന് പറഞ്ഞ് ഒന്നാമത്തെ ബാബിൽ ഒന്നാമത്തെ കഥനെ പറ്റി സലഫികൾ പറയാം ഇസ്നാദുഹു ദഈഫുൻ, ഇത് ദുർബലാണ്. അതുകൊണ്ടാണ് ഇബ്നു ഖയ്യിമും ഖുറാഫിയല്ല, ഞങ്ങളും ഖുറാഫിയല്ല എന്നത്. എന്നാൽ ഇതേപോലെ നിങ്ങൾ ചെയ്തോളി, പിന്നെ ഞങ്ങൾ പറയില്ല, നിങ്ങൾ അതേപോലെ ചെയ്തോളി. ഈ ഫളായിൽ കിതാബ് നിങ്ങൾ എന്താ, ഏതൊരു മുഫ്തിയാണല്ലോ, കുറച്ച് സമയം ചെലവഴിക്കും. നിങ്ങൾ വലിയ ഒരു ശരഈയായ ബാധ്യതയിരിക്കും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും വലിയൊരു നല്ല കാര്യം, കുറച്ച് നല്ല കാര്യം ചെയ്യാൻ ഇടയ്ക്കൊക്കെ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നല്ലൊരു അമലാണത്, ഫളായിൽ അഅ്മാലിൽ പെടുന്നതൊക്കെ. അതുകൊണ്ട് ഈ കിതാബൊക്കെ നിങ്ങൾ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് അതേപോലെ നിങ്ങൾ ചെയ്യുക. ഇതിൽ എളുപ്പമുണ്ടാവും. കാരണം ഒക്കെ ദഈഫ് ഇങ്ങനെ പറഞ്ഞു പോയാൽ മതിയോ, സ്വഹീഹല്ല ഇല്ലല്ലോ, പണി എളുപ്പം കഴിയും. അവിടെ ഇത് എടുത്തിട്ട് ഇന്നതൊക്കെ ദഈഫ്, ഇന്നതൊക്കെ മൗദൂഅ്, ഇന്നതൊക്കെ കള്ളക്കഥ എന്ന് നിങ്ങൾ ഇതിൽ എന്ന് എഴുതുന്നുവോ പിന്നെ ഇൻഷാ അല്ലാഹ് ഞങ്ങളിത് പറയില്ല. അന്നത്തോട് ഞങ്ങൾ ഈ പണി നിർത്തും. ഏത്, ഇത് പറഞ്ഞ പണി നിങ്ങളെ പറ്റി പറഞ്ഞല്ല, പിന്നെ ഇത് ഞങ്ങൾ പറയില്ല. കാരണം നിങ്ങൾ ദൗത്യം നിർവഹിച്ചു കഴിഞ്ഞു. അതാ സലഫി ലോകത്ത് ഇബ്നുൽ ഖയ്യിമിന്റെ പേരിൽ ഇങ്ങനെ കിതാബ് വന്നതോടുകൂടി വളരെ കൃത്യമായി ആ പണി ഞങ്ങൾ തന്നെ ചെയ്തു, ലോകത്തെ സലഫികൾ തന്നെ ചെയ്തു. ഇതാ ഇതിൽ വഞ്ചിതരാകണ്ട, ഇങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇബ്നുൽ ഖയ്യിം ഖുറാഫിയല്ല,
ഇബ്നു തൈമിയ ഖുറാഫിയല്ല, ഞങ്ങൾ ആരും ഖുറാഫിയല്ല, നിങ്ങളും ഖുറാഫി ആകാൻ പാടില്ല. അതാണ് വേണ്ടത്. അതിന് കാരണം പറഞ്ഞ എന്താ? ഇബ്നു ഖയ്യിം ഇതൊക്കെ പറഞ്ഞ ഇബ്നു ഖയ്യിം പഠിപ്പിച്ചെന്താ? ഇസ്തിഗാസ ചെയ്യാൻ പാടില്ല. മരിച്ചോരെ ഇളകിയെന്നും പോലെ അവിടുന്ന് കാണുന്നു. ഫസ്റ്റ് ബാബ് എന്നറിയോ? മരിച്ചുപോയ മനുഷ്യന്മാർ അവിടുന്ന് കാണുമ്പോൾ പരിചയം പുതുക്കുന്ന 1-ാമത്തെ അധ്യായം. മരിച്ചുപോയ ആളുകൾ അവിടെ എത്തുമ്പോൾ ആദ്യം നിങ്ങൾ മരിച്ചപ്പോൾ ഞാനും മരിച്ചു എങ്കിൽ രണ്ടാമത് വരുന്നയാളോട് ആദ്യം പോയ ആൾ വിവരങ്ങൾ അന്വേഷിക്കുന്ന, അങ്ങനെ വരെ പറഞ്ഞ ആളും പഠിപ്പിച്ചെന്താ? മരിച്ചുപോയ മനുഷ്യന്മാർ ഇസ്തിഗാസ ചെയ്യാൻ പാടില്ല. അതാ ഖുറാഫത്ത് അറിയാൻ കാരണം. അപ്പം അദ്ദേഹം ഉദ്ധരിച്ചു കുറേ കഥകൾ, ഇങ്ങനെ സംഭവങ്ങളുണ്ട്. റൂഹുമായി ബന്ധപ്പെട്ട കിതാബാണ്. അപ്പോൾ റൂഹിൻ്റെ പ്രവർത്തനങ്ങൾ, റൂഹിൻ്റെ സ്വഭാവങ്ങൾ, അതൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെ കുറേ കഥകൾ കിട്ടിയത് സനദോടുകൂടി ഇന്നാൾ പറഞ്ഞു എന്ന് പറഞ്ഞുള്ള അദ്ദേഹം പറഞ്ഞു. അത് ശേഷമുള്ളവർക്ക് പരിശോധിക്കാൻ പറ്റി. അത് പരിശോധിച്ചു, നെല്ലും അതിന് വേർതിരിച്ചു കൊടുത്തു. സ്വഹിയായി നമ്മൾ എടുത്താൽ മതി, ളഈഫായി എടുക്കണ്ട. അതേ പണി ഫളാഇൽ കിതാബിൽ നിങ്ങൾ ചെയ്യുക, ഒരു ശർഈയായ ബാധ്യത എന്ന നിലയ്ക്ക്. നിങ്ങൾക്കത് വായിക്കും ചെയ്യാം. എന്നിട്ട് അത് സ്വഹീഹ് വേർതിരിക്കുക, ളഈഫ് വേർതിരിക്കുക. ആ ളഈഫ് കൊണ്ട് ഒഴിവാക്കുക, ആ സ്വഹീഹ് മാത്രം നിങ്ങൾ വായിച്ചോളി, ഞങ്ങളും കൂടി തരാം വായിക്കാൻ. അപ്പം നിങ്ങളും സലഫിയാവും, അപ്പം നിങ്ങൾ ഇബ്നു ഖയ്യിമിന്റെ ആളാവും. അപ്പം ഞങ്ങളും വായിക്കുക കിതാബ്, ഒരു പ്രശ്നമില്ല. ശരി, അൽഹംദുലില്ലാഹ്, നിങ്ങൾ ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഒരു ശർഈയായ കടമ നടക്കുക. മൈക്ക് കൊടുക്കുക. ഇവിടെ സഹീഹും ദഈഫും ഇവർ അടിക്കുറിപ്പിൽ എഴുതിയത് കൊണ്ട് ഇവരുടെ ബാധ്യത കഴിഞ്ഞ് അദ്ദേഹം ഖുറാഫി ഔലാൻ കുറേ നൂറ്റാണ്ട് കള്ളക്കഥകൾ എഴുതി വെച്ചിട്ട് ഈ നൂറ്റാണ്ടിൽ വന്നവർ എഴുതിയതോടുകൂടെ ഇവരുടെ ബാധ്യത കഴിഞ്ഞു. എഴുതി വെച്ചാൽ ഖുറാഫി ആകൂലേ? എങ്കിൽ ഷെയ്ഖുൽ ഹദീസിന്റെ കിതാബിന് തഹ്ഖീഖുൽ മഖാൽ ഫി തഖ്രീജ് അഹാദീസി ഫളാഇലുൽ അഅമാൽ എന്ന പേരിൽ ആ ഹദീസിന്റെ മുഴുവൻ അതിന്റെ സ്രോതസ് എന്താണ്, ആ ഹദീസിന്റെ സനദിന്റെ ദർജ എന്താണ് വിവരിച്ചുകൊണ്ട് അബ്ദുൽ ഹഫീൽ മക്കി കിതാബ് എഴുതിയിട്ടുണ്ട്. വേറെയും കിതാബുകളുണ്ട്. അപ്പോൾ അടിക്കുറിപ്പിൽ എഴുതിയത് കൊണ്ട് ബാധ്യത തീരില്ലെങ്കിൽ അമാനി മൗലവിന്റെ തഫ്സീറിൽ ലഈഫായ ഹദീസ് നിങ്ങൾ പറഞ്ഞാൽ അടിയിൽ എഴുതിയെന്ന്, എന്നിട്ട് ബാക്കി ലൈഫ് ഒഴിവാക്കണം എന്ന് പറഞ്ഞല്ലോ. അമാനി മൗലവിന്റെ തഫ്സീറിൽ ഒരു സാമ്പിൾ പറയാം. യാസീനിന്റെ ഫളാഇൽ പറയുന്നിടത്ത് ലഈഫായ ഹദീസ് കൊടുക്കുകയും ചെയ്തു, എന്നിട്ട് അതിനെ വിവരിക്കുകയും ചെയ്തു. ആ ഹദീസുകൾ നിങ്ങളുടെ 4 വോള്യത്തിൽ, അത് കുറച്ചാൽ വളരെ ചെറിയ വോള്യത്തിൽ ചിലപ്പോൾ ഇറക്കാൻ പറ്റുമായിരിക്കും. നിങ്ങൾ പറഞ്ഞല്ലോ, അത് നിങ്ങൾ എപ്പോഴും ചെയ്യാം. നിങ്ങൾ പറഞ്ഞു ഇവിടെ ഇബ്നുൽ ഖയ്യിമിന്റേത് ഇത് നിങ്ങളുടെ സംഘടന ഇറക്കിയതാണ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ടതല്ല. അതുപോലെ അർ റഹീഖുൽ മഖ്തൂം, ലോകത്ത് സീറത്തിന് ഇവര് സൗദിയിൽ നിന്ന് അവാർഡ് കൊടുത്ത കിതാബാണ്. 30-ലധികം ലഈഫായ ഹദീസുകളും സംഭവങ്ങളും എഴുതിയ കിതാബിന് 35 ലക്ഷം 40 ലക്ഷം റുപ്യന്റെ അവാർഡ് കൊടുത്തവരാണ് ഈ പറയുന്നത്. നബിതങ്ങളുടെ പേരിൽ സീറത്തിന്റെ കിതാബിൽ റഹീഖുൽ മഖ്തൂമിൽ ഒരുപാട് ലഈഫായ സംഭവങ്ങൾ, ലഈഫായ കാര്യങ്ങളും വിവരണങ്ങളും റഹീഖുൽ മഖ്തൂമിലുണ്ട്. ഇതിൽ ചെയ്തതുപോലെ റഹീഖുൽ മഖ്തൂമിൽ നിന്നും ആ ഭാഗം ഒഴിവാക്കിയിട്ട് അതിന്റെ ഒരു സംഗ്രഹ വേർഷൻ നിങ്ങൾ ഇറക്കുമോ? അമാനി മൗലവിന്റെ തഫ്സീർ നിങ്ങൾ ലഈഫായ ഹദീസുകൾ രേഖപ്പെടുത്തിയിട്ട് ഒഴിവാക്കി തരുമോ? പൊന്നു മുസ്ലിയാരെ, നിങ്ങളെ പറ്റി നമ്മൾ മുഫ്തി കിടപ്പോൾ ലേശം ഒരു മതിപ്പുണ്ട്, അതും കൂടി പോയി. ഇപ്പോൾ ഒരു കിതാബ് ലഈഫായ ഹദീസ് വന്നാൽ പിന്നെ ആ കിതാബ് എടുക്കുക അർത്ഥം. ഇന്ന് ഞങ്ങൾ തുർമുദ് എടുക്കോ, നസായി എടുക്കോ, അബൂദാവൂദ് എടുക്കോ, ഇബ്നു മാജ എടുക്കോ, മുവത്ത എടുക്കോ, മുസ്നദ് അഹ്മദ് എടുക്കോ, മുസ്നദ് ഷാഫി എടുക്കോ, ദലായിലുൽ കുബ്ര എടുക്കോ, അതേപോലെ ഇമാം ബൈഹഖിന്റെ സുനൻ എടുക്കോ, ഏതെങ്കിലും എടുക്കുക. ഇതിലൊക്കെ ലഈഫില്ലേ? സുഹൃത്തെ, ലഈഫ് കൊടുത്ത എന്താണ്? മൻ അസ്നദ ഫഖദ അഹല്ല. സനദ് പറഞ്ഞ അയാളെ ബാധ്യത കഴിഞ്ഞു. ഫളായിൽ അങ്ങനെയല്ല, അതാ വ്യത്യാസം. കണ്ടോ? അതുപോലെ പഠിപ്പിച്ചതാ. ഫളായിൽ അങ്ങനെ ഞാൻ പറഞ്ഞു തന്നാൽ ഇനി പറയേണ്ട വിചാരിച്ചു, ഒരിക്കലും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അത് സനദ് പറഞ്ഞാൽ ഒരാളെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്നാ മുഹദ്ദിസീങ്ങൾ അസ്ലുന്നെ. എന്നോട് ഇന്നാള് പറഞ്ഞതാണ്, അയാൾ ഇന്നാള് പറഞ്ഞതാണ്, അയാൾ ഇന്നാള് പറഞ്ഞതാണ് എന്ന് പറഞ്ഞൊരു സംഭവം പറഞ്ഞാൽ എഴുതി വെച്ച ആൾക്ക് പിന്നെ ഉത്തരവാദിത്തമില്ലാന്ന പിന്നെ മുഹദ്ദിസീങ്ങൾ അസ്ല്, അഹ്ലു സുന്നത്തിന്റെ അസ്ല്. എന്തിനാ സനദ് പറയണത്? ശേഷം പിന്നെ പരിശോധിക്കാൻ, ശേഷം പെണ്ണാക്ക് പരിശോധിക്കാനാണ് സനദ് കൊടുക്കുന്നത്. സനദ് കൊടുക്കാതെ പറഞ്ഞാലോ ഉത്തരവാദിത്വം അവർ ഏറ്റൂന്ന. അതാ ഇമാം ബുഖാരി പോലും ഒരു ഹദീസിന് ഖാദ റസൂലുള്ളാഹി അദ്ദേഹം പറഞ്ഞില്ല, പിന്നെ റസൂലുള്ളാഹി പറഞ്ഞുവെന്ന്, അബൂ ഹുറൈറ പറഞ്ഞുവെന്ന്, ഇബ്നു ഉമർ പറഞ്ഞുവെന്ന്, നാഫി പറഞ്ഞുവെന്ന്, എന്നോട് ഇന്നാള് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടല്ലേ കൊടുക്കുന്നത്. ഖാദ റസൂലുള്ളാഹി ഇമാം ബുഖാരി പറഞ്ഞില്ല. കാരണം എന്താ? ഖാദ റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം അവർക്കാ. അതിന് പകരം എന്നോട് ഇന്നാള് പറഞ്ഞിരിക്കുന്നു, അദ്ദേഹത്തോട് ഇന്നാള് പറഞ്ഞിരിക്കുന്നു, അദ്ദേഹത്തോട് ഇന്നാള് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു സംഭവം മുദ്രിച്ചു കഴിഞ്ഞാൽ ഉത്തരവാദിത്തമില്ല. അതാ അമാനി മൗലവി ചെയ്തത്. അമാനി മൗലവി ആ ഹദീസ് കൊടുത്ത് മിണ്ടാതെ പോയിക്കില്ല. അമാനി മൗലവി കൊടുത്തു ലികുല്ലി ശൈഇൻ ഖൽബുൻ വഖൽബുൽ ഖുർആൻ യാസീൻ. അതാ നിങ്ങൾ ഉദ്ദേശിച്ച പിന്നെ ഹദീസ്. അത് വഴി പറഞ്ഞതല്ല, അത് തെളിഞ്ഞ കാര്യമാണ്, മറഞ്ഞ കാര്യമല്ല. ഞാൻ കൂടണ്ട, നിങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് അതാണ്. അപ്പൊ അത് അദ്ദേഹം കൊടുത്തത് പറഞ്ഞു ഇന്ന കിതാബിൽ ഇത്രാമത്തെ പേജ് ഇത്രാമത്തെ വാഴത്തിലുണ്ട്. അത് പ്രത്യേകം എടുത്തു കൊടുത്തു. അല്ല, മഹാനവകൾ പറഞ്ഞവന് വിട്ടേക്കല്ല, ഒരു മഹാൻ പറഞ്ഞവന് പോയേക്കല്ല. നേരെ മറിച്ച് ആ ഹദീസ് എവിടെയുള്ളത്, ഏത് കിതാബിലുള്ളത്, അപ്പൊ അവിടെ പോയ സനദ് കിട്ടും. ഇനി പരിശോധിക്കാം, ശേഷം പനോയ്ക്ക് പരിശോധിക്കാം. അത് എല്ലാം അങ്ങനത്തെ റിയാദ് സ്വാലിഹിന്റെ ളഈഫില്ലേ, ബുലൂഗുൽ മറാമിൽ ളഈഫില്ലേ? ഏതിനാ ളഈഫില്ലാത്തത്?
എല്ലാ കിതാബിലും മാനുഷികമാണ്. ഒരു മനുഷ്യൻ തന്റെ പുരുഷായുസ്സിൽ ചെയ്തു വെക്കുന്ന കർമ്മങ്ങളിൽ ഒരു പക്ഷെ മാനുഷികമായ കുറവുണ്ടാവും. ആ കുറവ് തിരുത്താൻ ശേഷമുള്ള ഉത്തരവാദിത്തമുണ്ട്. അതിനുള്ള വഴിയാണ് സനദ് പറഞ്ഞു കൊടുക്കുന്നത്. അതാ ഞങ്ങൾ ചെയ്തത് ഇവിടെ, അതാ ഞങ്ങൾ ചെയ്തത്. ഇനി ഇത് മാത്രമല്ല, ഇബ്നുൽ ജൗസിന്റെ കിതാബുണ്ട്, എന്താ അറിയോ, അൽ മൗദൂആയ ഹദീസൊക്കെ പാടെ ഒറ്റ കിതാബാക്കിയതാ. അപ്പൊ മൂപ്പര് ഖുറാഫിയാണല്ലേ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. മൗദൂആയ എല്ലാ ഹദീസും തെരഞ്ഞു പിടിച്ച് കിതാബാക്കി. അതെന്തിനാറിയോ? ഇങ്ങനെ കുറെ കള്ളക്കഥ ഉണ്ട്, പെട്ടുപോണ്ട എന്ന് പഠിപ്പിക്കാൻ. സനദർക്കം പറഞ്ഞു. അപ്പൊ ഇനി ശേഷമുള്ളവർക്ക് വീണ്ടും പരിശോധിക്കാം. അപ്പൊ അദ്ദേഹം മൗദൂ എന്ന് പറഞ്ഞ ചിലത് ചിലപ്പോൾ മൗദൂ ആയിരിക്കില്ല, ചിലപ്പോൾ അദ്ദേഹം മൗദൂ അല്ലാന്ന് മാറ്റി വെച്ച ചിലത് മൗദൂ ആയിരിക്കും. ശേഷം പരിശോധിക്കാം. ഇതല്ലേ കിതാബിന്റെ അസിങ്ങൾക്ക് അറിയാലോ. പിന്നെ ഈ മനുഷ്യന്മാർക്ക് അറിയില്ല എന്നുള്ള ഒറ്റ പോയിന്റിനല്ലേ നിങ്ങൾ വെറുതെ ദുരുപയോഗം ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇതൊക്കെ അറിയുന്ന ഞങ്ങൾ മനസ്സിലാക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മുഫ്തിയാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇനി അമാലിമുല്ല ഖുർആൻ പരിഭാഷ ഞങ്ങളെ വലിയ നിയ്യത്ത് തന്നെയാണ്. തഹ്ഖീഖും തഖ്രീജും തഅലീഖും കൂടെ ഇറക്കും ഇൻഷാ അല്ലാഹ്. അതിനാ ജാമിഅത്തുൽ ഹിന്ദ്. അതിൽ ആ വക ദൗത്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയോ? ഇതാണ് നിങ്ങൾ ഇതൊക്കെ ഞങ്ങളെ കുട്ടികളുണ്ടാക്കിയ സാധനം, ഇതൊക്കെ ഞങ്ങളെ കുട്ടികളുണ്ടാക്കിയ കിതാബ്. അതൊക്കെ ജാമിഅത്തുൽ ഹിന്ദിൽ പഠിക്കണ കുട്ടികളുണ്ടാക്കിയ കിതാബാണ്. ഇൻഷാ അല്ലാഹ് പ്രിന്റ് ചെയ്ത് ഇതേപോലെ ചട്ടി വെച്ച് ഇറങ്ങും. സൗദി അറേബ്യയിൽ ലോകത്ത് മൊത്തം ഇൻഷാ അല്ലാഹ് അത് പോകും. നിങ്ങൾ വിചാരിച്ചമായി ഞങ്ങളിങ്ങനെ ഒറ്റ മതമില്ലാന്നപ്പം ഞങ്ങൾ ഒന്നുമില്ലാന്ന് വിചാരിച്ചു എന്നാ നിങ്ങൾക്ക് പേച്ചത്. ഇങ്ങനത്തെ കണ്ട 16 എൻ്റെ ബാഗിലുണ്ട് ഞങ്ങൾ കുട്ടികളുണ്ടാക്കി. അഭിമാനത്തോടെ പറയും ഇൻഷാ അല്ലാഹ്. പക്ഷേ ഞങ്ങളുടെ കുട്ടികളിങ്ങനെ ഒന്നാകെ തക്ബീറെല്ലാം കൊണ്ടുപോകില്ല, തക്ബീറെല്ലാം കൈയൊട്ടാനും കൊണ്ടുപോയി. ഞങ്ങൾ കുട്ടികളെ കിബിർ പഠിപ്പിക്കണില്ല, ഞങ്ങൾ വിനയം പഠിപ്പിക്കാം. സ്റ്റേജുമ്പോൾ കയറ്റലില്ല. കാരണം നിങ്ങൾക്ക് കുറച്ചുകൂടി കയ്യട്ടെന്നാണ് പറഞ്ഞത്. ചിറക് ഉറക്കട്ടെ എന്നിട്ട് പറയാൻ മതി എന്നാ പറയാം. അതിന് മുമ്പ് ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ ഇങ്ങനത്തെ കുറെ പണിയെടുപ്പിക്കും. ഉസ്താദുമാർ പരിശോധിക്കും, നിർദ്ദേശം കൊടുക്കും. എന്നിട്ട് ഇൻഷാ അല്ലാഹ് അത് പ്രിന്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ പ്രിന്റ് ചെയ്യാൻ നമ്മൾ കൊടുക്കും. അത് ഇൻഷാ അല്ലാഹ് ലോകത്തേക്ക് കിട്ടും. അതുകൊണ്ട് ആ പണിയൊക്കെ ഇൻഷാ നമ്മൾ ചെയ്യും. അത് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയിലും ചെയ്യും, അതേപോലെ എല്ലാത്തിലും ചെയ്യും. അപ്പൊ ഏതായിരുന്നാലും ഇതില് ഇങ്ങനെ കുറെ കഥ വന്നു എന്നത് നിങ്ങളെ ഫദായിൽ കഥ വന്നതിനുള്ളത് തെളിവാകൂല. നിങ്ങളെ ഫദായിൽ കിതാബിൽ കഥ കൊടുത്തിട്ട് ആ കഥ എന്ത് ചെയ്യാണ്? അത് പള്ളിക്ക് വായിക്കുക, അത് അസ്ലായി പഠിപ്പിക്കുക. ഞാൻ പറഞ്ഞു ഇതേ പണി എടുത്തോളി, അത് എവിടെയോ ചെയ്തു വെച്ചു പറഞ്ഞാൽ പോരാ. അത് ഇവിടുന്ന് പറഞ്ഞു കൊടുക്കും, ഇവിടെ എവിടെയെന്നാ കിതാബ് തരി. ഇത് തഹ്ഖീഖും തഖ്രീജും എവിടെ ഇതേപോലെ കാണിച്ചു തരി. തഹ്ഖീഖും തഖ്രീജും ഉണ്ട്, അതടിസ്ഥാനത്തിൽ ഇപ്പം സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞോളി. നിങ്ങൾ എന്താ ചില സ്ഥലത്തൊക്കെ ഫലായിൽ മാറ്റി വെച്ചിട്ട് കാൻ ദഹ്റീമിന്റെ ഹയാത്തു സാഹിബിക്ക് പോയല്ലോ. അപ്പൊ പിടിച്ചിനേക്കാളും വലിയ മാളത്തിലാണ്. അപ്പൊ പിന്നെ മെല്ലെ അതും വിട്ടു. ഇപ്പൊ ചില സ്ഥലത്തൊക്കെ റിയാസോനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഒരു കഥയും കൂടി വായിച്ചരാ. കണ്ടോ? ഹദ്റത്ത് സുഫ്യാൻ സൗരി റഹിമഹുല്ലാഹ് അവർകൾ ഒരിക്കൽ ഒരു ഹാലുമാറ്റം അഥവാ സ്വബോധമില്ലാത്ത അവസ്ഥ ഉണ്ടാവുകയും ഭക്ഷണപാനീയങ്ങളോ ഉറക്കമോ ഇല്ലാതെ 7 ദിവസം അദ്ദേഹം വീട്ടിൽ തന്നെ കഴിയുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഷെയ്ഖ് ഇത് അറിഞ്ഞപ്പോൾ നമസ്കാര സമയങ്ങളെ ശരിക്ക് ശ്രദ്ധിച്ച് നമസ്കാരം നിർവഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അടുത്തുണ്ടായിരുന്നവർ നമസ്കാരം കൃത്യസമയത്ത് തന്നെ നിർവഹിക്കുന്നുണ്ട് എന്ന് അറിയിച്ചു. അപ്പോൾ ശൈത്താന് അദ്ദേഹത്തിന്റെ മേൽ അധികാരം നടത്തുവാനുള്ള വഴി കൊടുക്കാതിരുന്ന അള്ളാഹുവിനാണ് സർവസ്തുതയും എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ വാഴ്ത്തി. കണ്ട, സ്വബോധം നഷ്ടപ്പെട്ടു പിന്നെ നിസ്കരിച്ചു എഴുതി. സ്വബോധം നഷ്ടപ്പെട്ടു, എന്തായാലും നിസ്കരിക്കുകയും ചെയ്തു. സനതുണ്ടോ? അതുമില്ല. എവിടുന്നേ കിട്ടിയാവുന്നില്ല. എവിടുന്ന് പറഞ്ഞു, ആര് പറഞ്ഞു, സനദോ കാര്യമൊന്നുമില്ല. ഇങ്ങനത്തെ കുറേ കഥകൾ. ഉമർ ബിൻ അബ്ദുൽ അസീസിനെ കുറിച്ച് പറഞ്ഞു വെച്ചെന്തറിയോ? അദ്ദേഹത്തിന്റെ നിസ്കാരത്തിന്റെ മഹത്വം പറയാൻ വേണ്ടി. എന്നിട്ട് പറയാ, അദ്ദേഹം ഖലീഫയായതിനു ശേഷം പിന്നെ അദ്ദേഹം ജനാമത്ത് ഉണ്ടായിട്ടില്ല. മറ്റൊരു 48 ഉണ്ടായതാ കറാമത്ത്. മൊഹീദ്ദീന്മാര് ഇവിടെ ഉണ്ടാവാത്ത കറാമത്ത്. അപ്പൊ ഇതൊക്കെ കള്ളക്കഥയാണ്. ഇതൊക്കെ പഠിപ്പിക്കണം എന്തിനാ? നിങ്ങളെ ഫളായിൽ സ്ഥാപിക്കാൻ. അതിന് ഇത് ന്യായമല്ല. അതുകൊണ്ട് അമീൻ മൗലവി നിങ്ങളുടെ സ്നേഹത്തോട് പറയാണ്, നമ്മൾ ആക്ഷേപിക്കുന്നല്ല, വാക്കിലൂടെ അധികമായി നിങ്ങൾ പൊരുത്തപ്പെട്ടാണ്. നിങ്ങളുടെ സ്നേഹത്തോട് പറയാണ്, നിങ്ങൾ കുറച്ചൊക്കെ ഒരു കിതാബ് പഠിച്ച ആൾ നിലയ്ക്ക് നിങ്ങൾക്കുള്ള ബാധ്യതകൾ നിർവഹിക്കണം. ആ ബാധ്യതകൾ നിർവഹിക്കണം. അല്ല, എനിക്ക് ഉപദേശിക്കില്ല, ഉപദേശം കേട്ട പ്രയാസം അത് ഉണ്ടാകാൻ പാടില്ലല്ലോ. ഉപദേശം കഴിക്കുമ്പോൾ നമ്മുടെ സ്വഭാവമില്ലല്ലോ. ആയിക്കോട്ടെ, സമയം തരാം. നിങ്ങൾക്ക് ചോദ്യം സമയം തരാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഏതായിരുന്നാലും ദേശമൊക്കെ കിതാബിൻ്റെ ബന്ധമുണ്ട് എന്ന് തോന്നുന്ന ആ ദേശമൊക്കെ പഠിച്ചൊരാൾ എന്ന നിലയ്ക്ക് ഒരു ചെറിയൊരു ശരയായ ബാധ്യത നിങ്ങൾക്കില്ല. വെറുതെ ഒരു വാശിക്കും വക്കാണത്തിനും തർക്കിക്കാനും ജയിക്കാനും വേണ്ടി എന്തും ചെയ്യാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളൊരു തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഒരു മുൻധാരണ മാറ്റി വെച്ച് കിതാബ് നിങ്ങൾ സമീപിക്കുക. അപ്പം ഇൻഷാ അല്ലാഹ് കുറേ കശ്ഫ് നിങ്ങൾക്കും കിട്ടും. മായുനാസിബു ഹാലഹു എന്ന് പറഞ്ഞ രൂപത്തിൽ ചിലതൊക്കെ വെളിപ്പെട്ട് കിട്ടും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഒരു ചോദ്യം കൂടി കൊടുത്തോളി. نفسي بنور من فؤادي حينما رددت يا رب العباد وانتشت روحي وصار الدمع يجري يا إلهي
خذ بقلبي للرشاد. أشرقت نفسي بنور من فؤادي